ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദി നെഗേഷൻ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതിലൊന്നാമത്തത് 21 ഈസ് ഡിവിസിബിൾ ബൈ 5. 21നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ എഴുതുമ്പോൾ 21നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം, 21 ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. അല്ലെങ്കിൽ നമുക്ക് എഴുതാവുന്നത് ഇങ്ങനെയാണ്, ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പായിട്ട് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് ചേർത്താൽ മതി. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് 21 ഈസ് നോട്ട് divisible by 5. It is false that 21 is divisible by 5. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പിലായിട്ട് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് എന്ന് ചേർത്താൽ മതി. ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് 21 ഈസ് divisible by 5. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, എവരി നാച്ചുറൽ നമ്പർ ഈസ് ആൻ ഇൻറ്റിജർ. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ എഴുതണമെങ്കിൽ നമുക്ക് നോട്ട് ചേർത്ത് എവരി നാച്ചുറൽ നമ്പർ ഈസ് നോട്ട് ആൻ ഇൻറ്റിജർ എന്ന് എഴുതാം. ആൻസർ, every natural number is not an integer. അല്ലെങ്കിൽ നമുക്ക് എഴുതാവുന്നത് ഇങ്ങനെയാണ്, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് every natural number is an integer. അടുത്ത ക്വസ്റ്റ്യൻ, ദി നമ്പർ 2 ഈസ് ഗ്രേറ്റർ ദാൻ 7. ഇതിൻ്റെ നെഗേഷൻ എഴുതാനായിട്ട് ഇതിനകത്ത് നോട്ട് ചേർത്ത് എങ്ങനെ എഴുതാം, ദി നമ്പർ 2 ഈസ് നോട്ട് ഗ്രേറ്റർ ദാൻ 7 എന്ന് എഴുതിയാൽ മതി. ദി നമ്പർ 2 ഈസ് നോട്ട് greater than 7. അല്ലെങ്കിൽ നമുക്ക് എഴുതാവുന്നത് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ദി നമ്പർ 2 ഈസ് ഗ്രേറ്റർ ദാൻ 7 എന്നാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഡൽഹി ഈസ് എ സിറ്റി. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ എഴുതാൻ ഡൽഹി ഈസ് നോട്ട് എ സിറ്റി എന്ന് എഴുതിയാൽ മതി. ഡൽഹി ഈസ് നോട്ട് എ സിറ്റി. അല്ലെങ്കിൽ എഴുതാം ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ഡൽഹി ഈസ് എ സിറ്റി. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് ഡൽഹി ഈസ് എ സിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്തത് √3 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. ഇപ്പോൾ √3 ഒരു കോംപ്ലക്സ് നമ്പർ അല്ല എന്നാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് √3 ഒരു കോംപ്ലക്സ് നമ്പർ ആണെന്നാണ് ഇതിൻ്റെ നെഗേഷൻ വരുമ്പോൾ എഴുതേണ്ടത്. അപ്പോൾ ആൻസർ, √3 ഈസ് എ കോംപ്ലക്സ് നമ്പർ. അല്ലെങ്കിൽ നമുക്ക് എഴുതാവുന്നത് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് √3 ഈസ് നോട്ട് എ കോംപ്ലക്സ് നമ്പർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 5 ഈസ് എ പ്രൈം നമ്പർ. അപ്പോൾ ഇതിൻ്റെ നെഗേഷൻ എഴുതാനായിട്ട് നോട്ട് ചേർത്താൽ മതിയല്ലോ. 5 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 5 ഒരു പ്രൈം നമ്പർ അല്ല എന്ന് എഴുതിയാൽ മതി. 5 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. ഇതാണ് എളുപ്പം. അല്ലെങ്കിൽ നമുക്ക് എഴുതാവുന്നത് ഇറ്റ് ഈസ് ഫാൾസ് ദാറ്റ് 5 ഈസ് എ പ്രൈം നമ്പർ. അടുത്തത്, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ഇതിൻ്റെ നെഗേഷൻ നമുക്ക് എങ്ങനെ എഴുതാം, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10 ദെൻ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. ഇഫ് എ നമ്പർ ഈസ് divisible by 10 then it is not divisible by 5. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിന് മുമ്പായിട്ട് ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് നേർക്കുകയാണ്. ഓർ ഇറ്റ് ഈസ് ഫോൾസ് ദാറ്റ് ഇഫ് എ നമ്പർ is divisible by 10 then it is divisible by 5. Okay. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി കോൺവേഴ്സ് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. കോൺവേഴ്സ് എഴുതാൻ
പറയുന്നത് ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റുകൾക്കായിരിക്കും. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ഇതിൻ്റെ കോൺവേർട്സ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക, ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇഫ് ചേർന്നൊരു ഭാഗവും ദെൻ കഴിഞ്ഞ് വരുന്ന രണ്ടാമത്തെ ഭാഗവും. അപ്പോൾ നമ്മൾ ഇവിടെ എഴുതുമ്പോൾ ഈഫിന് ശേഷം വരുന്ന ഈ ഭാഗം, ഈ ആദ്യ പാർട്ടും അതുപോലെ ദെന്നിന് ശേഷമുള്ള ഈ രണ്ടാമത്തെ പാർട്ടും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്ത് എഴുതിയാൽ കോൺവേർട്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതാം, ഈഫ് എഴുതുന്നു, ഇനി രണ്ടാമത്തെ പാർട്ട് എഴുതണം. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ഇറ്റ് എന്ന ഇവിടെ എ നമ്പർ എന്ന് ഫസ്റ്റ് പാർട്ടിൽ വന്നുകൊണ്ടാണ് ഇറ്റ് യൂസ് ചെയ്തത്. നമ്മളിവിടെ ഈ ഡിവിസിബിൾ ബൈ 5 എന്നുള്ളത് ആദ്യ പാർട്ടിൽ എഴുതും. അപ്പോൾ ഇറ്റിന് പകരം എ നമ്പർ എന്ന് കൊടുക്കണം. ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 ദെന്നിന് ശേഷം ഈ ഭാഗം എഴുതുക. എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10. ഇനി എ നമ്പർ എന്ന് ആവർത്തിക്കേണ്ട, കാരണം എ നമ്പർ നമ്മൾ ഫസ്റ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഇറ്റെന്ന് കൊടുത്താൽ മതി. ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 10. ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 10. അപ്പോൾ കോൺവേഴ്സ് ആയി. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വിലാറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസിലസ്. അപ്പോൾ ഇതിൻ്റെ കോൺവേഴ്സ് എഴുതാനായിട്ട് ഇഫ് എഴുതുക, ദെൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കുക, ദെന്നിന് ശേഷം വരുന്നത് ഇറ്റ് ഈസ് ഐസോസിലസ് എന്നാണ്. ഇറ്റെന്ന് ഉദ്ദേശിക്കുന്നത് എ ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് ഇഫ് ഇറ്റിന് പകരം എ ട്രയാങ്കിൾ എന്ന് കൊടുക്കുക. എ ട്രയാങ്കിൾ ഈസ് ഐസോസിലസ് ദെൻ അതിന് ശേഷം ഫസ്റ്റ് പാർട്ട്. ഇനി എ ട്രയാങ്കിൾ എന്ന് വേണ്ട, ഇറ്റ് മതി. ഇറ്റ് ഈസ് ഈക്വിലാറ്ററൽ. ഇറ്റ് ഈസ് ഈക്വിലാറ്ററൽ. കോൺവേഴ്സ് എഴുതാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ദെൻ എക്സ് ഈസ് ഓഡ്. അപ്പോൾ ഇതിൻ്റെ കോൺവേഴ്സ് എഴുതാനായിട്ട് ഇഫ് ചേർക്കുന്നു. ഇനി ഇവിടെ ഫസ്റ്റ് പാർട്ട് എക്സ് ഈസ് എ പ്രൈം നമ്പറും സെക്കൻഡ് പാർട്ട് എക്സ് ഈസ് ഓഡുമാണ്. അപ്പോൾ നമുക്ക് സെക്കൻഡ് പാർട്ടാണ് ആദ്യം എഴുതേണ്ടത്. എക്സ് ഈസ് ഓഡ് എന്ന് എഴുതിയ പോലെ എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ എന്നെഴുതാം. ഇഫ് എക്സ് ഈസ് ആൻ ഓഡ് നമ്പർ ദെൻ ഇനി ഫസ്റ്റ് പാർട്ട് ഈ പാർട്ടാണ് കൊടുക്കേണ്ടത്. എക്സ് ഈസ് എ പ്രൈം നമ്പറിന്, എക്സ് ഈസ് എ പ്രൈം നമ്പർ എന്ന് വേണമെന്നില്ല, എക്സ് ഈസ് പ്രൈം എന്ന് എഴുതിയാൽ മതി. ദെൻ എക്സ് ഈസ് പ്രൈം. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് ദി കോൺട്രാപോസിറ്റീവ് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇഫ് ദെൻ സ്റ്റേറ്റ്മെൻറ്റുകൾക്കാണ് കോൺട്രാപോസിറ്റീവ് എഴുതുന്നത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. ഒന്നാമത്തത്, ഇഫ് എക്സ് ഈസ് എ പ്രൈം നമ്പർ ദെൻ എക്സ് ഈസ് ഓഡ്. അപ്പോൾ ഇവിടെയും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും ഐഡൻറ്റിഫൈ ചെയ്യുക. ഇനി കോൺട്രാപോസിറ്റീവ് എഴുതുമ്പോൾ നമ്മൾ ആദ്യം ഇഫ് എഴുതുന്നു, ഇനി എഴുതുന്നത് ഈ സെക്കൻഡ് പാർട്ടിൻ്റെ നെഗേഷനാണ്. അപ്പോൾ എക്സ് ഈസ് ഓഡ് എന്നാണ് സെക്കൻഡ് പാർട്ട്. അപ്പോൾ എക്സ് ഈസ് നോട്ട് ഓഡ് എൻ്റെ നെഗേഷൻ. നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് എക്സ് ഈസ് നോട്ട് ആൻ ഓഡ് നമ്പർ എന്ന് എഴുതാം. ഇഫ് എക്സ് ഈസ് നോട്ട് ആൻ ഓഡ് നമ്പർ ദെന്നിന് ശേഷം ഫസ്റ്റ് പാർട്ടിൻ്റെ നെഗേഷൻ വേണം. ഇവിടെ എക്സ് ഈസ് എ പ്രൈം നമ്പർ എന്നാണ്, എക്സ് ഈസ് നോട്ട് എ പ്രൈം നമ്പർ എന്നാണ് അതിൻ്റെ നെഗേഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് എക്സ് ഈസ് നോട്ട് എ പ്രൈം എന്ന് എഴുതിയാൽ മതി. ദെൻ എക്സ് ഈസ് നോട്ട് എ പ്രൈം. കോൺട്രാപോസിറ്റീവ് എഴുതാനുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇഫ് എ ട്രയാങ്കിൾ ഈസ് ഈക്വിലാറ്ററൽ ദെൻ ഇറ്റ് ഈസ് ഐസോസിലസ്. ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എഴുതുമ്പോൾ ആദ്യം ഇഫ് എഴുതുക, ദെൻ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നോക്കുക, ഇറ്റ് ഈസ് ഐസോസിലസ്. ഇറ്റ് മീൻസ് എ ട്രയാങ്കിൾ ഈസ് ഐസോസിലസ്. അപ്പോൾ നമ്മൾ എഴുതണം, ഇതിൻ്റെ നെഗേഷനാണ് വേണ്ടത്. ഇഫ് എ ട്രയാങ്കിൾ ഈസ് നോട്ട് ഐസോസിലസ് ദെൻ ഇനി ഫസ്റ്റ് പാർട്ടിൻ്റെ നെഗേഷൻ. ഫസ്റ്റ് പാർട്ട് എ ട്രയാങ്കിൾ ഈസ് ഈക്വിലാറ്ററൽ. എ ട്രയാങ്കിൾ എന്ന് വേണ്ട, അപ്പോൾ ഇറ്റ് ഈസ് ഈക്വിലാറ്ററൽ. അതിൻ്റെ നെഗേഷൻ എഴുതുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഈക്വിലാറ്ററൽ. ദെൻ ഇറ്റ് ഈസ് നോട്ട് ഈക്വിലാറ്ററൽ. കോൺട്രാപോസിറ്റീവ് എഴുതാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ഇതിൻ്റെ കോൺട്രാപോസിറ്റീവ് എഴുതുമ്പോൾ ആദ്യം ഇഫ് എഴുതുന്നു, ദെൻ സെക്കൻഡ് പാർട്ട് നോക്കുക, ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. അതിൻ്റെ നെഗേഷൻ എഴുതുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5. ഇവിടെ ഇറ്റ് എന്ന് ഉദ്ദേശിക്കുന്ന എ നമ്പറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, ഇഫ് എ നമ്പർ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 5 then it is
not divisible by 10. അപ്പോൾ കോൺട്രാപോസിറ്റീവിൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക. കോൺവേഴ്സ് എഴുതിയിട്ട് അതിൻ്റെ രണ്ട് ഭാഗത്തും നോട്ട് ചേർക്കുകയാണെങ്കിൽ കോൺട്രാപോസിറ്റീവ് കിട്ടും. ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കോൺവേഴ്സ് എഴുതിയിട്ട് അതിൻ്റെ രണ്ട് പാർട്ടിലും നോട്ട് ചേർത്താൽ മതി. അപ്പോൾ ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 10 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5. ഇതിൻ്റെ കോൺവേഴ്സ് ആകുമ്പോൾ ഇഫ് എ നമ്പർ ഈസ് ഡിവിസിബിൾ ബൈ 5 ദെൻ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 10 എന്ന് വരും. ഇനി ആ രണ്ട് ഭാഗത്തും നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാപോസിറ്റീവ് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, യൂസിങ് മെത്തേഡ് ഓഫ് കോൺട്രഡിക്ഷൻ പ്രൂവ് ദാറ്റ് √3 ഈസ് ഇറാഷണൽ. അപ്പോൾ കോൺട്രഡിക്ഷൻ മെത്തേഡിൽ √3 ഇറാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ √3 ഇറാഷണൽ അല്ല, ഇറാഷണൽ അല്ലെങ്കിൽ റാഷണലാണ് എന്ന് അസ്യൂം ചെയ്യുന്നു. അസ്യൂം ദാറ്റ് √3 ഈസ് റാഷണൽ. ഇനി എല്ലാ റാഷണൽ നമ്പേഴ്സിനെയും a/b എന്ന രൂപത്തിൽ എഴുതാം, എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഇല്ലാതെ. ദെൻ there exist two positive integers a and b such that √3 equal to a/b, where a and b have no common factors. റാഷണൽ നമ്പേഴ്സിൻ്റെ പ്രത്യേകതയാണത്. ദെൻ √3 ഈക്വൽ ടു a/b എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയത്. സ്ക്വയർ ചെയ്യുന്നു, സ്ക്വയറിങ് √3യുടെ സ്ക്വയർ എടുക്കുമ്പോൾ 3 ഈക്വൽ ടു a² b² എന്ന് വരും. ഓർ ദിസ് ഇംപ്ലൈസ് 3b² ഈക്വൽ ടു a². ഇപ്പോൾ 3നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ a² കിട്ടും, അല്ലെങ്കിൽ a²നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പറാണ്. ദിസ് ഇംപ്ലൈസ് 3 ഡിവൈഡ്സ് a². 3 a²നെ ഡിവൈഡ് ചെയ്യാവുന്നൊരു സംഖ്യ. ദിസ് ഇംപ്ലൈസ് ഇനി 3 കൊണ്ട് a²നെ ഡിവൈഡ് ചെയ്യാമെങ്കിൽ 3 കൊണ്ട് a ഡിവൈഡ് ചെയ്യാം. 3 ഡിവൈഡ്സ് a. ഇപ്പോൾ 3 കൊണ്ട് a ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ എയുടെ ഒരു ഡിവൈസറാണ് 3 എങ്കിൽ ഇവിടെ വേറൊരു നമ്പർ ഉണ്ടായിരിക്കും, a ഈക്വൽ ടു 3c എന്ന രൂപത്തിൽ. ദെൻ there is an integer c such that a ഈക്വൽ ടു 3c. ഇവിടെ 3 കൊണ്ട് a ഡിവൈഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 3 കൊണ്ട് a ഡിവൈഡ് ചെയ്യുമ്പോൾ c എന്നൊരു നമ്പർ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ a ഈക്വൽ ടു 3c ആയിരിക്കും. ദെൻ a² ഈക്വൽ ടു 9c². ഇനി നമുക്ക് a² ഈക്വൽ ടു 3b² എന്ന് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 3b² ഈക്വൽ ടു 9c². രണ്ട് സൈഡും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ദിസ് ഇംപ്ലൈസ് b² ഈക്വൽ ടു 3c². നമുക്ക് c²നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ b² കിട്ടും, അല്ലെങ്കിൽ b²നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ദിസ് ഇംപ്ലൈസ് 3 ഡിവൈഡ്സ് b². ദിസ് ഇംപ്ലൈസ് 3 ഡിവൈഡ്സ് b. അപ്പോൾ ഇവിടെ 3 ഡിവൈഡ്സ് a എന്ന് കണ്ടു, ഇവിടെ 3 ഡിവൈഡ്സ് b എന്ന് കണ്ടു. ദർഫോർ 3 ഈസ് എ കോമൺ ഫാക്ടർ ഓഫ് both a and b. This is a contradiction. ഇപ്പോൾ 3 എയുടെയും ബിയുടെയും കോമൺ ഫാക്ടർ ആണെന്ന് ഇപ്പോൾ നമ്മൾ കണ്ടു, പക്ഷേ എയ്ക്കും ബിക്കും കോമൺ ഫാക്ടർ ഒന്നും ഇല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ദിസ് ഇസ് എ കോൺട്രഡിക്ഷൻ ടു അവർ അസംഷൻ that a and b have no common factors. ഇങ്ങനൊരു കോൺട്രഡിക്ഷൻ ഉണ്ടാകാനുള്ള കാരണം നമ്മളുടെ അസംഷൻ √3 റാഷണൽ നമ്പർ ആണ്, അല്ലെങ്കിൽ ഇറാഷണൽ അല്ല എന്നാണ് നമ്മൾ അസ്യൂം ചെയ്തത്. ആ അസംഷൻ തെറ്റായതുകൊണ്ടാണ്. ഹെൻസ് അവർ അസംഷൻ
root 3 is rational is wrong. Therefore, root 3 is irrational is true.